ഓ ഇതിപ്പോ കണ്ടമാനം സാധനം ഉണ്ടല്ലോ. ഇതേ കൂടെ ഇപ്പൊ ഇങ്ങനെ കൊണ്ടുപോകാ. വണ്ടി വരുന്നുണ്ട്. ഇനി പുതിയത് എന്താണാവോ? അല്ല ആരിത്? വാ. അസ്സലാമലൈക്കും. ഇനിയിപ്പോ എന്താ പുതിയത്? എന്നാ ഇരിക്കി. വന്ന് പിന്നെ നാളെ പെട്ടെന്നൊരു വർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു 4 ശാലിനിയാറും ഒരു സോഫയും അത്യാവശ്യം ഒപ്പിച്ചിട്ടുണ്ടാ. അതൊക്കെ നമുക്ക് റെഡിയാക്കാം. പക്ഷെ ആദ്യത്തെ ആ വാടക ഇല്ലേ കുറച്ചുള്ള പെൻഡിങ് ഉള്ള അതെന്തേലും ഒന്ന് വിജയ് പറയല്ല. ഞാൻ എന്തെങ്കിലും കാട്ടി നാളത്തെ വർക്ക് കഴിഞ്ഞിട്ട് ആ വാടക ഞാൻ തരാം. ഇത് നാളെ തരൂലെന്നല്ലേ എനിക്കും അറിയാം എനിക്കും അറിയാം. അപ്പൊ പിന്നെ അതിനുള്ള എന്തേലൊക്കെ ഒന്ന് ചെയ്യും. വിജയ് പറയല്ല. എന്റെ അവസ്ഥ കൊണ്ടാണ്. എന്റെ അക്കൗണ്ടിൽ ഇപ്പൊ 1000 ഉറുപ്പ്യ ഉള്ളു. അത് ഞാൻ ഇപ്പോൾ ഒരാൾക്ക് ഒന്ന് കടം മേടിച്ചിട്ട് തരാം. ഇത് എനിക്കാണ്ട് അയച്ചുതരാം. ഇത് എന്തായാലും ചെയ്തോണ്ടാ. വേറെ ഓപ്ഷൻ ഇല്ലാത്തോണ്ടാണ്. ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഞാൻ നേരം വെളുക്കുമ്പോത്തിന് എന്റെ പൈസ സെറ്റായിക്കാം. ഓക്കെ എന്നാ അതൊക്കെ ശരി തന്നെ. അനക്കെപ്പോഴാ അതിന് നേരം വെളുക്കല്? അനക്കാണെങ്കിൽ ഫോൺ വിളിച്ചാൽ ഇത് എടുക്കൂല. ഇനിയിപ്പോ വിളിച്ചാൽ തന്നെ രാവിലെ വിളിച്ചാൽ വൈകുന്നേരം, വൈകുന്നേരം വിളിച്ചാൽ രാവിലെ. ഇതൊന്ന് തീരുമാനമാക്കണം ആദ്യം. ഫോൺ എടുക്കാതെ വിഷയം വെച്ചാൽ ഒന്നാമത് ചിലപ്പോൾ തിരക്ക് വർക്കിന്റെ തിരക്കിലാകുമ്പോ ഫോൺ എടുക്കാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ ഇനിയിപ്പോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും 21-ാം തീയതി ഇനിയിപ്പോ നാളെ തരാൻ പോകുന്ന സാധനം അതാ. അതിന്റെ ബാക്കിയുള്ള ബാലൻസും ക്ലിയർ ആണ്. മൊത്തത്തിൽ ക്ലിയർ ചെയ്യാം. ഇപ്പൊ അടുത്ത ആഴ്ച ഇനിയിപ്പോ അതുവരെ കാത്തിക്കണ്ട. ഇനി വിജയ്